അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാല്. ഇവരെയാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. അവരുടെ തൊഴിൽ സംബന്ധിച്ച് കുറച്ച് അനുകൂലം തന്നെയാണ്. അത് ഒരു സൂര്യനും ബുധനും യോഗം ചെയ്ത് ലഗ്നത്തിലാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലം കാണും. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ അംഗീകരിക്കപ്പെടും. എഴുത്ത് സംബന്ധമായിട്ടുള്ള ജോലികൾ അഥവാ വിദ്യാഭ്യാസം, അതുപോലെ മാധ്യമത്തിൽ IT, അധ്യാപനം ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വലിയ അലോസരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ചിലവുകൾ കുറച്ച് കൂടും. അത് കുറച്ച് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയുടെ അവസാനത്തിൽ അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് കുറേയേറെ തിരക്ക് ഏറിയ ഒരു കാലമാണ്. മാനസികമായിട്ട് കുറച്ച് കൂടുതൽ സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് പൊതുവെ അംഗീകരിക്കപ്പെടും, അഥവാ അതിന് കൂടുതൽ വിലയുണ്ടാകുന്ന ഒരു കാലമാണ് കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ ബന്ധുക്കളിൽ നിന്നും കുടുംബത്തിലുള്ളവരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒക്കെയുള്ള സഹായവും സഹകരണവും പിന്തുണയും ഒക്കെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാകും. പരിഹാരമായിട്ട് നിത്യേന സൂര്യനെ ഉപാസിക്കുക, സൂര്യന് അർഘ്യം കൊടുക്കുക, അല്ലെങ്കിൽ സൂര്യ നമസ്കാരം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു വരുന്നത് വളരെ നല്ലതാണ്. സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒക്കെ നല്ലതാണ്.